വണ്ടിയുടെ ജീവിതം അമ്മേ. അത് വിട്ടൊരു കളിയുമില്ല. ആ, പൈസ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോ മോനെ? അത്യാവശ്യം കടങ്ങളെല്ലാം തീർത്തു. വർക്ക്ഷോപ്പിൽ ഇനിയൊരു പൈസ കൊടുക്കാനില്ല. വാടക കുടിശ്ശികയും കൊടുത്തു. പക്ഷേ ആ പണം നമുക്ക് കൊണ്ടു തന്നത് ആരാണെന്ന് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ലല്ലോ ഏട്ടാ. ആ പർദ്ദയിട്ട് വന്ന സ്ത്രീയെ ശരിക്കും അയച്ചത് ആരാന്ന് എങ്ങനെ അറിയാം? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എനിക്കങ്ങനെ ഗൾഫിൽ ഒരു സുഹൃത്തുക്കളുമില്ല. എന്റെ സുഹൃത്തുക്കളൊക്കെ എന്റെ നമ്പർ കണ്ടാൽ പോലും എടുക്കാത്തവരാ. പിന്നെ ഇത് ഏത് സുഹൃത്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ഇതുവരെ പിടികിട്ടുന്നില്ല. ദൂരെ ഇരുന്ന് ആരോ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അതാരായാലും ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്ത് വരാതിരിക്കില്ലല്ലോ. ഇനി മോനെ, സേതുവേട്ടന്റെ വല്ല പഴയ കൂട്ടുകാരാണോ അതോ മാഷിന്റെ വല്ല ബന്ധുക്കളോ ആയിരിക്കുമോ? ഏയ്, അങ്ങനെ വരാനൊരു വഴിയും കാണുന്നില്ല. അമ്മ ഇനി അതേക്കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കണ്ട. അത്യാവശ്യ സമയത്ത് ആരോ നമുക്ക് പണം തന്നു. അതിന്റെ പിന്നിലുള്ളത് ആരായാലും നമുക്ക് അവരോട് പറയാനുള്ള നന്ദി ദൈവത്തിനോട് പറയാം. മോനെ, കോടതിയിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് വക്കീലിന് കൊടുത്തോന്നറിയാവോ? അഡ്വക്കേറ്റ് കമ്മീഷൻ നാളെ റിപ്പോർട്ട് കൊടുക്കുമെന്നാ നമ്മുടെ വക്കീല് പറഞ്ഞു. ആരാ? ആരതിമോളാണ്. സന്ദീപ് ചതിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കേസ് ജയിക്കുമേ. പക്ഷേ അവൻ അവന്തിക എന്ന യക്ഷിയുടെ പിടിയിലാണല്ലോ. അവന്റെ കാര്യത്തില് എനിക്കൊരു പ്രതീക്ഷയില്ല. ആ അവന്തിക ഒരു ഒഴിയാബാധയായിട്ട് അവന്റെ ജീവിതം നശിപ്പിക്കുകയാണല്ലോ എന്റെ ഈശ്വരൻ. അഡ്വക്കേറ്റ് കമ്മീഷണർ ജോലി തീർന്നു. എന്റെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയൊക്കെ ആരുടെ കയ്യില്ല. എതിർകക്ഷി ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹിയറിംഗും കൂടെ കഴിഞ്ഞിട്ടല്ലേ വാദം തുടങ്ങൂ. കമ്മീഷന്റെ കണ്ടെത്തലുകൾ സത്യസന്ധമാണ്. റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കോടതിക്ക് അത് മനസ്സിലാവും. ഈ റിപ്പോർട്ടിൽ റീവിസിറ്റിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പിന്നെ ഒബ്ജക്ഷൻ ഹിയറിംഗ് ഉണ്ടായാലും ഇല്ലെങ്കിലും കമ്മീഷൻ റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അതിൽ മറ്റാർക്കും ഇടപെടാൻ സാധിക്കില്ല. എന്റെ റിപ്പോർട്ടിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഫൈനൽ ആർഗ്യുമെന്റ്സ് ഉടനെ തുടങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സച്ചിയുടെയും കുടുംബത്തിന്റെയും 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ഇതോടെ ഒരു തീരുമാനമാവും. കോടതിയിൽ ഇനി അപ്രതീക്ഷിതമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ കേസിലെ വിജയം ആരതിയുടെ കൂടെ തന്നെയായിരിക്കും. ഇതിലിനി ഒരു അത്ഭുതവും സംഭവിക്കില്ല സർ. കമ്മീഷൻ റിപ്പോർട്ട് ഫൈനൽ എവിഡൻസ് പോലെ കോടതി പരിഗണിക്കുന്ന ഞാൻ കരുതുന്നത്. ആരതി വാദിക്കുന്നത് സത്യത്തിന് വേണ്ടിയാ. ആ കോൺഫിഡൻസ് തന്റെ മുഖത്തുണ്ട്. സച്ചിയുടെ സിറ്റുവേഷൻ ഇപ്പൊ എന്താ? റിയാലിറ്റി അയക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? സാറ് കരുതുന്നത് പോലെ ഒരു നോർമൽ സിറ്റുവേഷനിലല്ല ഇപ്പോഴും സച്ചി ഉള്ളത്. ഊണും ഉറക്കവും ഇല്ലാത്ത അവസ്ഥയിലാണ് സർ അയാളിപ്പോ ഉള്ളത്. മാനസികമായിട്ട് ആളാകെ തകർന്നിരിക്കുക. ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില ഫൈറ്റുകൾ അങ്ങനെയാ. ജയിച്ചാലും തോറ്റാലും മുറിവേക്കുന്നത് നമ്മുടെ മനസ്സിനായിരിക്കും. സർ, സമൃദ്ധ മാഡത്തിന് ഇങ്ങനെയുണ്ട്? അല്ല, നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം? പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ മാഡം? തൽക്കാലം സുഖമായിട്ടിരിക്കുന്നു എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. സർ, ശരി, എങ്കിൽ നമുക്ക് കോടതി കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കട്ടെ. കാണാനില്ലെന്നോ? സന്ദീപിനെ അവിടെ പോയി? അറിയില്ല മാഡം. ഗസ്റ്റ് ഹൗസിലില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എവിടെയെങ്കിലും വെള്ളമടിച്ച് ഫിറ്റായി കിടക്കുന്നുണ്ടാവും. അല്ല,
കൂടെ നിന്നിട്ട് അവസാനം നമ്മളെ ചതിക്കില്ലല്ലോ അല്ലേ? ഹേയ്, സന്ദീപിനെ അങ്ങനെ സംശയിക്കണ്ട. അവൻ നമ്മളെ ഒറ്റിക്കൊടുക്കില്ല. ഉം. പക്ഷേ അവൻ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയണം. സന്ദീപ് സാറിന്റെ കാറും കാണാനില്ല. എവിടെ പോയാലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്ത ആളാണ്. ഒരു ബെല്ലിന് കോൾ എടുക്കുകയും ചെയ്യും. ഇതിപ്പോ രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണ്. മാഡം, എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു തുറപ്പുചീട്ട് സന്ദീപ് മാത്രമാ. അല്ല, ആ റിപ്പോർട്ട് നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്നറിയാൻ ഒരു വഴിയില്ലല്ലോ മാഡം. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ വാദം തുടങ്ങും. വാദം തുടങ്ങുമ്പോ സന്ദീപ് കോടതിയിൽ ഉണ്ടാവണം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ switch off. മൂർത്തി, മാഡം, സന്ദീപിനെ കാണാതായതിനു പിന്നിൽ എനിക്കെന്തോ ദുരൂഹത തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലായിടത്തും അന്വേഷിക്കണം. എവിടെയാണെങ്കിലും കണ്ടെത്തി കൊണ്ടുവരണം. എല്ലായിടത്തും അന്വേഷിക്കാൻ നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് തോറ്റുപോയ പിന്നെ അവന്തികയ്ക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് പോ മൂർത്തി, പോയി എവിടെ ഉണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ചോണ്ട് വാ. ശരി മാഡം.